സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രങ്കിസ്റ്റ് വടകര ഏരിയ സമ്മേളനം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് കല്ലാട്ട് ഉദ്ഘാടനം ചെയ്തു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രങ്കിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റി മീറ്റിംഗ് വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. രഞ്ജിത്ത് കല്ലാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ ഫാർമസിയിൽ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് യഥേഷ്ടം സാധനങ്ങൾ കിട്ടാനുണ്ട്. കാരണം ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് ഡോക്ടറെ ഇവരെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഫാർമസിയിൽ ഓർഡർ കൊടുക്കുമ്പോൾ ഇത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമായിട്ടുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്യാൻ പറയും. അപ്ലോഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ ഈ പ്രിസ്ക്രിപ്ഷൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഓൺലൈൻ ഫാർമസിക്കെതിരായി കാലാകാലങ്ങളായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രങ്കിസ്റ്റ് അസോസിയേഷൻ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മളെ കച്ചവടം പോയി പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇതിനായിട്ട് വലിയൊരു കോമ്പറ്റീറ്റർ വരുന്നതോ അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളെ കൺസേൺ ഇതാണ്. ഇത് നാട്ടിലെ മുഴുവൻ സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഉണ്ടാകുന്ന വിപത്ത്, പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കുന്നത് മുഴുവൻ 25-24 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണ്. നമ്മളെ യുവതലമുറയാണ് നാളെ നാട്ടിലേക്ക് വളർന്നു വരേണ്ട, നാട്ടിന് ഉപകാരപ്പെടേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഓൺലൈൻ ഫാർമസിക്കെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മളിവിടെ ചെയ്യുന്ന എഫേർട്ടുകൾ മുഴുവൻ വെറുതെയാവും. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KT രഞ്ജിത്ത് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രങ്കിസ്റ്റ് അസോസിയേഷൻ വടകര ഏരിയ കമ്മിറ്റിയുടെ പോസ്റ്റർ വടകര ഇൻസ്പെക്ടർ ദിനേശിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. കോഴിക്കോട് ബ്രാഞ്ച് ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഇന്റലിജൻസ് ലിജീഷ് MK കെമിസ്റ്റ് സമൂഹം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഈ നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു കാര്യം, നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് ഷെഡ്യൂൾ H1 രജിസ്റ്റർ പല സ്ഥാപനങ്ങളും അതൊരു സിമ്പിൾ കാര്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഷെഡ്യൂൾ H1 രജിസ്റ്റർ ഉണ്ടാവും, പക്ഷെ അതിൽ മരുന്നുകളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം 50 മരുന്നുകൾ, 50 മോളിക്യൂൾസ് H1-ലുണ്ട്. H1 എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക്സ് മാത്രമല്ല, ഹൈലി ആൻറ്റിബയോട്ടിക്സും കൂടിയുള്ള ഗ്രൂപ്പാണ്. അതിൽ ആ H1 രജിസ്റ്റർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമ്മൾ ആക്റ്റിൽ വളരെ വ്യക്തമായിട്ട്, റൂളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. റൂൾ 65-ൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടായിരിക്കേണ്ട പോയിന്റ്സ് വേണ്ടത്, എന്ന് നിങ്ങൾ ആ മരുന്ന് പർച്ചേസ് ചെയ്തു, എന്ന് വിൽപ്പന നടത്തി, ആ വിൽപ്പന നടത്തിയതിൻ്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ നമ്പർ, ദെൻ ആ വിൽപ്പന നടത്തിയ മരുന്നിൻ്റെ ബാച്ച് നമ്പർ ആൻഡ് എക്സ്പയറി, ദെൻ നെയിം ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് നെയിം ഓഫ് ദ പ്രിസ്ക്രൈബർ ആൻഡ് നെയിം ഓഫ് ദ ഡ്രഗ് ആൻഡ് ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കണം. തുടർന്ന് വടകര ഇൻസ്പെക്ടർ ദിനേശ് AV ഓപ്പറേഷൻ തൂഫാനും കെമിസ്റ്റ് സമൂഹവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂറിന് മേലെ, 12-18 മണിക്കൂറൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നതാണ്. പക്ഷേ 2-3 തവണ ഉപയോഗിച്ചാൽ തന്നെ എന്താണ്, അവരതിന് അഡിക്ഷനാവും. പിന്നെ വേറെ മാർഗമൊന്നുമില്ല. ഇതിന് അഡിക്ഷനായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് എന്നുള്ളത് വളരെ ചെറിയ ശതമാനം മാത്രമേ ആൾക്കാർ തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ MDMA എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കുറേ കെമിക്കൽ നെയിമുകൾ നിങ്ങളൊക്കെ കേട്ടില്ല. MDMA എന്ന് പറഞ്ഞാൽ വെറും എന്താണ്, മെത്തിലിൻ ഡയോക്സി മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന ഒരു സാധനം. ഈ മെത്താംഫിറ്റമിൻ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പല സ്ഥലങ്ങളിലും ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, നമ്മുടെ നാട്ടിലുള്ള പല മരുന്നുകളും. അപ്പോൾ അതിൽ ഇവരിപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ചില നമ്മുടെ യുവാക്കളിൽ നല്ലൊരു ശതമാനം കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ പൈസക്ക് കിട്ടുന്ന ചില ടാബ്ലറ്റ് ക്യാപ്സ്യൂളൊക്കെ എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്കുള്ളൂ. 5 രൂപയ്ക്ക് ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ, 5 രൂപ അല്ലെ 10 രൂപ, മാക്സിമം 20-25 അല്ലെങ്കിൽ 50 രൂപയൊക്കെ. ഇതേ തരത്തിലുള്ള എഫക്റ്റ് കിട്ടുന്ന സാധനങ്ങൾ, പല സാധനങ്ങൾ നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ടാബ്ലറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പല സ്ഥലങ്ങളും നമ്മളിന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ പോലീസ് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആംബ്യൂളുകൾ പിടിച്ച സംഭവങ്ങൾ പല സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള എന്താണ്, ഇതിൻ്റെ വിപണനം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാറിപ്പം പറഞ്ഞ പ്രിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. PA ഖാദർ, BA ഭാസ്കർ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി.
വൈസ് പ്രസിഡന്റ് R.T. ജയ്ഫർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാജി റോഷൻ, ബീരാൻകുട്ടി, സന്തോഷ് കുമാർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കൺവീനർ ആനന്ദ് കുമാർ സ്വാഗതവും ഖലീലുൽ റഹ്മാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.